തൃപ്പൂണിത്തുറയ്ക്കടുത്ത് കണ്ടനാട് താമസം ആരംഭിച്ച കാലം മുതൽ ശ്രീനിവാസൻ നല്ല കർഷകനാണ്. കണ്ടനാട് പാടശേഖരത്ത് നെൽകൃഷി ആരംഭിക്കുന്നതിന് നേതൃത്വം കൊടുത്തതും ശ്രീനിവാസൻ തന്നെ. അതുവഴി നെൽകർഷകർക്ക് ലഭിച്ച പ്രോത്സാഹനം വലുതാണ്. അതേ പാത പിന്തുടരുന്ന മകൻ ധ്യാൻ ശ്രീനിവാസൻ ഈ വർഷം 80 ഏക്കർ പാടശേഖരത്തിൽ നെൽകൃഷി ചെയ്യുന്നതിന് നേതൃത്വം കൊടുത്തിരിക്കുകയാണ്. ശ്രീനിവാസൻ നെൽകൃഷിക്ക് നൽകിയ പിന്തുണ കണക്കിലെടുത്താണ് കേരള ദർശനവേദിയുടെ ആഭിമുഖ്യത്തിൽ ഒരു പറ നെല്ല് അളന്നു നൽകി ആദരിച്ചത്. മീൻവളർത്തലിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത പല പ്രത്യേകതകളും അവർ ഈ വെള്ളം ഉപയോഗിച്ച് മീനിനെ എങ്ങനെ കൂടുതൽ മീനുകളെ ഉൽപ്പാദിപ്പിക്കാം, വെള്ളം ഉപയോഗിച്ചിട്ട്, അല്ലാതെ ഭക്ഷണമല്ല, മീനിന് കഴിക്കുന്ന ഭക്ഷണമല്ല, വെള്ളം ഉപയോഗിച്ചിട്ട് മീൻ വളർത്തൽ എങ്ങനെ സമ്പന്നമാക്കാം എന്നൊക്കെ പഠിപ്പിക്കുന്ന തന്ത്രങ്ങൾ, ബുദ്ധിയാണ് അതിൽ. പറമ്പത്തുള്ള സാധനങ്ങൾ എടുത്തിട്ടാണ് അമ്മയൊക്കെ നമുക്ക് കറിയെല്ലാം വെച്ചിരുന്നത്. കടയിൽ നിന്ന് വാങ്ങുന്നത് മീൻ മാത്രം, ബാക്കി മുഴുവനും വീട്ടിലെ പറമ്പത്തുള്ള എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അതൊക്കെ ഓർമ്മയുണ്ട്. അത് അങ്ങനത്തെ സംഗതിയാണ്. ഞാനും പിന്നീട് ആയപ്പോൾ നല്ല നല്ല സാധനങ്ങൾ, പച്ചക്കറികളും അതും ഇതും കിട്ടുന്ന നോക്കി ചെന്നൈ അടക്കം, ചെന്നൈയിലുള്ളപ്പോൾ ചെന്നൈയിൽ നിന്നും അവിടുത്തെ വില്ലേജിൽ നിന്നെല്ലാം കൊണ്ടുവന്ന സാധനം നോക്കി വാങ്ങിയതൊന്നും ഏട്ടൻ അറിയുന്നില്ല. കാലടി സംസ്കൃത സർവകലാശാല മുൻ VC ഡോക്ടർ MC ദിലീപ് കുമാറും കേരള ദർശനവേദി ചെയർമാൻ AP മത്തായിയും ചേർന്നാണ് ചടങ്ങിന് നേതൃത്വം നൽകിയത്. ശ്രീനിവാസനിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് സമീപത്തെ പല പാടശേഖരങ്ങളിലും കർഷകർ ഇപ്പോൾ നെൽകൃഷി ആരംഭിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.